ഇതിന്റെ ഈ ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നൊക്കെയുള്ള ഇത് I0 തന്നെ നമ്മൾ നേരത്തെ വരച്ച അതേ പേര് തന്നെ, പക്ഷെ അതിനകത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഓർത്തിരിക്കുക. ഏത് ക്വാഡ്രന്റിൽ സ്റ്റെപ്പ് അപ്പ് ആയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് കേസിനകത്തും ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും, എന്നിട്ട് അടുത്ത സൈക്കിൾ വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ ജസ്റ്റ് ആ രണ്ട് സ്വിച്ചസ് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഒരു പവർ ഇലക്ട്രോണിക് സ്വിച്ചും ഒരു ഡയോഡും കൂടി ആയിരിക്കും ആക്ട് ചെയ്യുക. ഒരു പവർ ഇലക്ട്രോണിക് സ്വിച്ചും ഒരു ഡയോഡും കൂടി. ഡയറക്റ്റ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ രണ്ട് സ്വിച്ചസ് S1 ഏതെങ്കിലും രണ്ട് സ്വിച്ചസ് S1 S4ഉം അടുത്ത കേസിൽ വരുമ്പോൾ എന്താണ് S3 S2 ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തിരുന്നാലും കുഴപ്പമില്ല, നമ്പർ ഓർത്തിരുന്നാലും കുഴപ്പമില്ല. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ പവർ സ്വിച്ച് ആക്ട് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ആകുമ്പോൾ തന്നെ സ്വിച്ചും ഡയോഡും ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ള ഇൻവെർട്ടറിന്റെ സെക്ഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ലെഫ്റ്റ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ. താങ്ക് യു. ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു.